അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞിരുന്നത് 4Ds കുറിച്ചാണ്, അല്ലെങ്കിൽ 5Ds കുറിച്ചാണ്. അപ്പൊ അതിൽ ഫിഫ്ത്ത് ഡി എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം റെഫറൻസ് ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ മുൻപുള്ള റെഫറൻസ് ടെക്സ്റ്റിൽ 4Ds തന്നെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പിന്നീട് ഒരു ഡെവലപ്മെന്റ് കൂടി വന്നപ്പോഴാണ് ഒരു ഡി കൂടി ചേർക്കാം, ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു ഡി കൂടി ചേർക്കാം എന്നുള്ളത് തോട്ട്സിൽ വരുന്നത്. സോ ഫിഫ്ത്ത് ഡി ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരാൾക്ക് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം സ്ട്രെസ് അനുഭവിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അയാൾ നോർമൽ ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അബ്നോർമൽ ബിഹേവിയർ ഉണ്ടായിരുന്നോ, അയാൾ മെന്റൽ ഡിസോർഡറിന് അകപ്പെട്ടു പോയെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഡ്യൂറേഷന്റെ കണക്കായിട്ട് മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്ന ആൾക്കാർക്ക് നമ്മൾ അയാൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിന് അല്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് അക്യൂട്ട് എന്നോ ഷോർട്ട് ടേം എന്നോ ക്രോണിക് എന്നൊക്കെ പറയാറുണ്ട്. സോ ആ രീതിയിൽ നമ്മൾ ഇനി അങ്ങോട്ട് പല ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ കൂടെ ഈ പറഞ്ഞ അക്യൂട്ട്, ഷോർട്ട് ടേം, ക്രോണിക് എന്നൊക്കെയുള്ള ടേംസ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അന്നേരം നിങ്ങൾക്ക് ഇത് ഓർമ്മിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ 5Ds നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ഇൻഡിക്കേറ്റേഴ്സ്, 5Ds അല്ലാതെ മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അതിലേക്ക് പോവാം. അതിന് മുൻപ് ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഒരു മെന്റൽ ഡിസോർഡറിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താണ് മെന്റൽ ഡിസോർഡർ, എല്ലാ മെന്റൽ ഡിസോർഡർ എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. സോ ഒരു എല്ലാ നാട്ടിലും എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ ചില കേസുകൾ മെന്റൽ ഡിസോർഡർ ആവണമെന്നില്ല, ചില കേസുകൾ മെന്റൽ ഡിസോർഡർ ആവാം, ചിലത് ആവണമെന്നില്ല, ഒരുപോലെ അങ്ങനെ കൺസിഡർ ചെയ്യാമെന്നില്ല. അപ്പം ചില ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻസ് ഉള്ളതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും ഒക്കെ ചേർന്നുകൊണ്ട് ഡിസ്കഷൻസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് ഏത് ഡിസോർഡർ ആണെങ്കിലും ഈ പറയുന്ന ചില ഇൻഡിക്കേറ്റേഴ്സ് അതിലൊക്കെ കാണാൻ പറ്റും. സോ ആ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ 5Ds തന്നെ, ബട്ട് അതിനെ ഒന്നുകൂടി വലുതാക്കിയിട്ട് പറയുകയാണെങ്കിൽ, കുറച്ചുകൂടി വിപുലീകരിച്ച് പറയുകയാണെങ്കിൽ ഒരു 7 പോയിന്റ്സ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എന്താണ് ഇൻഡിക്കേറ്റർ. അപ്പൊ നമ്മൾ വലത്തോട്ട് വണ്ടി വളയ്ക്കാൻ പോവുകയാണെങ്കിൽ വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടും. അപ്പോൾ പിറകിൽ വരുന്ന ആൾക്കും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് നമുക്ക് മനസ്സിലാവും ഇയാൾ വലത്തോട്ടേക്ക് തിരിയാൻ പോവാണ് എന്നുള്ളത്. അതുപോലെ ഒരാൾക്ക് അബ്നോർമാലിറ്റി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ അയാൾ ഓൾറെഡി അബ്നോർമൽ ആയ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ഒരാളാണെന്നുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ 5Ds തന്നെ വേറെ തരത്തിൽ പറയുന്ന ഒരു 7 ഇൻഡിക്കേറ്റേഴ്സ് ആണിത്. ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ഡിസ്ട്രസ് എന്നാണ്. അപ്പൊ നേരത്തെ നമ്മൾ 5Dsൽ സെക്കൻഡ് ഡി ഡിസ്ട്രസ് പറഞ്ഞിരുന്നു. ഇവിടെ സബ്ജക്റ്റീവ് ഡിസ്ട്രസ് എന്ന് എടുത്തു പറയാൻ കാരണം ഒരാൾക്ക് ഡിസ്ട്രസ് ആയിട്ട് തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് ഡിസ്ട്രസ് ആവണമെന്നില്ല. സോ സബ്ജക്റ്റിവിറ്റി ഉണ്ടാവും. എനിക്ക് എക്സാം സമയത്ത് ഡിസ്ട്രസ് ഒന്നുമില്ല, എനിക്ക് എക്സാം പഠിച്ചിട്ടുണ്ട്, അല്ലെ പഠിച്ചിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കൊന്നുമില്ല, എഴുതാൻ പറ്റുന്നതും എന്നിട്ട് തിരിച്ചു പോരും. ബട്ട് ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എക്സാം ഭയങ്കര സ്ട്രെസ് ആവും, ഭയങ്കരമായിട്ട് പേടിയും ടെൻഷനൊക്കെ ആയിട്ട് പ്രശ്നത്തിലാവും, ചിലപ്പോൾ എക്സാം എഴുതാൻ പോലും പറ്റാതെ എക്സാം ആൻസൈറ്റി കാരണം. സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രസ് ആണ്. എനിക്ക് ടെൻഷൻ ഇല്ലാത്ത കാര്യം വേറൊരാൾക്ക് ടെൻഷൻ ഉണ്ടാവാം, എനിക്ക് ടെൻഷൻ ഉള്ള കാര്യം വേറൊരാൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സബ്ജക്റ്റീവ് ഡിസ്ട്രസ് ആണ് ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ. പിന്നെ മാൽ അഡാപ്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ട്രെസ് ഉണ്ട്, സോ എനിക്ക് സ്ട്രെസ് വരുമ്പോൾ ഞാൻ പോയിട്ട് അയ്യോ ഭയങ്കര സ്ട്രെസ്, ഇതൊന്ന് മാറാൻ വേണ്ടി കള്ളു കുടിച്ചാലോ, അല്ലെങ്കിൽ ഒന്ന് സിഗരറ്റ് വലിച്ചാലോ, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് എസ്കേപ്പ് ചെയ്തിട്ട് പണിയൊന്നും എടുക്കാതിരുന്നാലോ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് മാൽ അഡാപ്റ്റീവ്നെസ് ആണ്. കൃത്യമായിട്ടുള്ള അഡാപ്റ്റീവ്നെസ് അല്ല, ഒരു എന്താ പറയാ മോശമായിട്ടുള്ള അഡാപ്റ്റീവ്നെസ് ആണ്. അത്തരം ഹാബിറ്റ്സിലേക്ക് പോവുക, അത്തരം ഡ്രഗ് യൂസിലേക്കോ കള്ളുകുടിക്കുന്നതിലേക്കോ ഒക്കെ പോവാന്നുള്ളത്. സോ മാൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണാൻ പറ്റും അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാരിൽ. പലപ്പോഴും അവരുടെ അബ്നോർമാലിറ്റിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, അതിന്റെ ലെവൽ കൂട്ടിക്കൊണ്ടുപോകുന്നത് അവരുടെ മാൽ അഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് തന്നെയായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ കള്ള് കുടിക്കുന്നതിൽ ഒരാൾക്ക് ഗിൽട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഗിൽട്ട് തോന്നുമ്പോൾ അയാൾ ആ സങ്കടം കൂടി പിന്നെയും കള്ളു കുടിക്കാനാണ് പോകുന്നതെങ്കിൽ അത് ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ, അത് മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ ആണ്. പലപ്പോഴും അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരിൽ മാൽ അഡാപ്റ്റീവ്നെസ് കാണാൻ പറ്റും. ഇനി തേർഡ് പോയിന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയൻസി എന്നുള്ള പോയിന്റ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ 5Dsലെ ഫസ്റ്റ് ഡി ഡീവിയൻസി ആണ്. സോ പൊതുവിലുള്ള മറ്റാൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇയാൾ കുറച്ച് ഡീവിയന്റ് ആയിരിക്കും, ഇയാൾ കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ആയിട്ട് കാണാൻ പറ്റും. നമുക്കൊരു ബാലൻസ് ഇല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ മാത്രം വേറെ തന്നെ ചിന്തിക്കുന്ന, വേറെ തന്നെ ജീവിക്കുന്ന, വേറെ രീതിയിൽ പ്രതികരിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ആ കമ്മ്യൂണിറ്റി ചിലപ്പോൾ നമ്മൾ എന്തായിട്ട് കാണും, ഒരു ഡീവിയന്റ് ആയിട്ട് കാണും, ഇയാൾ കുറച്ച് വ്യതിചലിച്ച് പോകുന്ന ആളായിട്ട് കാണും. സോ അത്തരത്തിൽ നല്ലോണം വ്യതിചലിക്കുന്ന ഒരാളാണെങ്കിൽ പലപ്പോഴും അയാളെ സമൂഹം പ്രശ്നത്തിലാക്കും, അല്ലെങ്കിൽ സമൂഹം അയാളെ മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ഉള്ള ആളായിട്ട് കാണും. ചിലപ്പോൾ അത് നമ്മൾ ക്ലിനീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരും അതിനെ മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ആയിട്ട് തന്നെ വിധി എഴുതുകയും ചെയ്യും. നാലാമത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് സൊസൈറ്റി, അതായത് ഒരു ആന്റി സോഷ്യൽ എലമെന്റ് ഉണ്ടാവുക.
സൊസൈറ്റിയിലുള്ള ഒരുപാട് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും ഇയാൾ പാലിക്കുന്നില്ല. അതൊന്നും പാലിക്കാതെ അയാൾക്ക് തോന്നുന്ന പോലെ ഒരു ക്രിമിനാലിറ്റി ഉള്ള ഒരു തരത്തിലൊക്കെ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ 5 ഡേയ്സിൽ ഡേഞ്ചറസ്നെസ് എന്ന് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണത്. ഓക്കെ, 5th പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്കംഫേർട്ട് ആണ്. സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ അയാൾ സ്വയമായിട്ട് അനുഭവിക്കുന്ന ഡിസ്കംഫേർട്ട്, അല്ലെങ്കിൽ അയാൾ കാരണം മറ്റുള്ളവർ അനുഭവിക്കുന്ന ഡിസ്കംഫേർട്ടുകളാണ് ആ ഒരു സംഭവം. സോഷ്യൽ ആയിട്ടുള്ള ഡിസ്കംഫേർട്ടുകൾ ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറാഷണാലിറ്റി ആൻഡ് അൺപ്രഡിക്റ്റബിലിറ്റി. സോ റാഷണൽ എന്ന് പറഞ്ഞാൽ ലോജിക്കലായിട്ട് ചിന്തിക്കാം, കുറച്ചുകൂടി യുക്തിബദ്ധമായിട്ട് ചിന്തിച്ചിട്ട് പെരുമാറുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ യുക്തിക്ക് നിരക്കാത്ത രീതിയിലൊക്കെ പെരുമാറുക, യുക്തിബദ്ധമായിട്ട് ചിന്തിക്കാൻ കഴിയാതിരിക്കുക. പലപ്പോഴും ടെൻഷനൊക്കെ ആവും, നമ്മൾക്കൊക്കെ പറ്റുന്ന പ്രശ്നമാണ്. നമ്മൾ ടെൻഷൻ ആവുന്ന സമയത്ത് ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ആ ടെൻഷൻ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും, അപ്പൊ അതിനേക്കാളും വലിയ അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. സോ അത്തരത്തിൽ ഇറാഷണൽ ആയിട്ടും അൺപ്രഡിക്റ്റബിൾ ആയിട്ടും ഒക്കെ ബിഹേവ് ചെയ്യുന്നത് അബ്നോർമൽ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അഗെയിൻ നേരത്തെ പറഞ്ഞ വയലേഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നതായിട്ട് ബന്ധപ്പെട്ടതിനുള്ള വേറൊരു സാധനമാണ് ഡേഞ്ചറസ്നെസ്. നമ്മൾ നേരത്തെ പറഞ്ഞ 5 ഡേയ്സിൽ 4ാമത്തെ ഡി ആണ് ഡേഞ്ചറസ്നെസ്. അത് ഇവിടെയും വരുന്നുണ്ട്. അഗെയിൻ അയാൾ സെൽഫ് ഹാം ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ പോയിട്ട് ഉപദ്രവിക്കുക, ഹാം ചെയ്യുക, സൊസൈറ്റിക്കോ സ്വന്തത്തിന് തന്നെ ഡേഞ്ചർ ആയിട്ട് മാറാം എന്നുള്ളതൊക്കെയാണ് ഈ 7 ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്. ഓക്കെ, സോ 7 ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്കിത് ഒരാൾ അബ്നോർമൽ ആണോ അല്ലയോ എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ മുൻപ് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതേണ്ടത് ഈ 4 ഡേയ്സ് അല്ലെങ്കിൽ 5 ഡേയ്സിനെ കുറിച്ചും ഈ 7 ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചുമാണ്. അത് നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസിൽ ഇതിന്റെ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ഉണ്ടാവും. 7 ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായിട്ട് ഓർക്കുക. നമുക്ക് അബ്നോർമൽ ബിഹേവിയറിന്റെ കോസൽ ഫാക്ടേഴ്സ് പഠിക്കുന്ന സമയത്ത് ചില ടേംസ് കാണാൻ പറ്റും. ഇതിൽ നെസസറി കോസ്, സഫിഷ്യന്റ് കോസ്, കോൺട്രിബ്യൂട്ടറി കോസ് എന്നുള്ള ടേംസ് കാണാൻ പറ്റും. ഇത് മുൻപ് ഒരു പ്രാവശ്യം 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മശരിയാണെങ്കിൽ നെസസറി കോസ് ആണ് ചോദിച്ചത്. അതായത് ഒരാൾക്ക് ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാവണമെങ്കിൽ അതിന് ചില കോസൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ കണ്ടീഷനിലേക്ക് അയാൾ എത്തിച്ച ചില കോസസ് ഉണ്ടാവും, കാരണങ്ങൾ ഉണ്ടാവും. എന്താണ് ഈ കണ്ടീഷനിലേക്ക് അയാൾ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഇത്തരം കോസസിലേക്ക് എത്തുക, എന്ത് കാരണമാണ് അത് ഉണ്ടായതെന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് കോസസ് ഉണ്ട്. അത് നെസസറി കോസ്, സഫിഷ്യന്റ് കോസ്, കോൺട്രിബ്യൂട്ടറി കോസ് എന്നാണ്. സോ നെസസറി കോസ് എന്ന് പറഞ്ഞാൽ എ കണ്ടീഷൻ ദാറ്റ് മസ്റ്റ് എക്സിസ്റ്റ് ഫോർ എ ഡിസോർഡർ ടു ഒക്കർ. വിത്തൗട്ട് ദ കണ്ടീഷൻ ദ ഡിസോർഡർ കനോട്ട് ഡെവലപ്പ്. അതായത് ഒരു പ്രത്യേക കണ്ടീഷൻ, ആ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡിസോർഡർ ആയിട്ട് ഉണ്ടാവാൻ പറ്റുള്ളൂ. ആ കണ്ടീഷൻ ഇല്ലാതെ ആ ഡിസോർഡർ ഒരിക്കലും ഉണ്ടാവാൻ പറ്റില്ല. നെസസറി ആണ്, തീർച്ചയായിട്ടും ആവശ്യമുള്ള കണ്ടീഷനാണ്. ആ കണ്ടീഷൻ ഇല്ലാതെ ആ ഡിസോർഡറിലേക്ക് ഒരാൾക്ക് എത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പൊ അങ്ങനെ ഒരു ഡിസോർഡർ നമുക്ക് പഠിക്കാനുണ്ട് അബ്നോർമൽ ബിഹേവിയറിൽ. അപ്പൊ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? പോസ്റ്റ് ട്രോമാറ്റിക്, ട്രോമ ഉണ്ടായതിനു ശേഷമുള്ള സ്ട്രെസ് ഡിസോർഡർ എന്നാണ്. സോ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ഇല്ലാതെ ഒരാൾക്ക് PTSD ഉണ്ടാവാൻ പറ്റില്ല. ട്രോമ ആയിട്ടുള്ള ഒരു ഇവന്റ് അയാളുടെ ലൈഫിൽ നടന്നിരിക്കണം. ലൈഫിൽ അങ്ങനെ ഒരു ഇവന്റ് നടന്നിട്ട് അതിനുശേഷം ആ ട്രോമ കാരണം, അതിന്റെ ഓർമ്മകൾ കാരണം അയാൾക്ക് സ്ട്രെസ് ഡിസോർഡർ വരുന്നതാണ്. സോ ട്രോമാറ്റിക് ഇവന്റ് ഈസ് എ നെസസറി കണ്ടീഷൻ ഫോർ PTSD എന്ന് പറയാൻ പറ്റും. ഇനി സഫിഷ്യന്റ് കോസ് എന്ന് പറഞ്ഞാൽ എ കണ്ടീഷൻ ദാറ്റ് ഗ്യാരണ്ടീസ് ദി ഒക്കറൻസ് ഓഫ് എ ഡിസോർഡർ. അതായത് ഇവിടെ അത് നെസസറി അല്ല, പക്ഷെ ഈ ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡിസോർഡർ എന്തായാലും ഗ്യാരണ്ടീഡ് ആണ്. പക്ഷെ അതിന്റെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞ നെസസറി കോസ് ആയിട്ട് വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ ഇത് സഫിഷ്യന്റ് കോസ് ആണ്. ഈ ഒരു കണ്ടീഷൻ ഈ ഒരു ഡിസോർഡറിലേക്ക് സഫിഷ്യന്റ് കോസ് ആണ്. പക്ഷെ ഈ ഒരു ഡിസോർഡർ, ഇത്തരം കണ്ടീഷൻ സഫിഷ്യന്റ് കോസ് കൊണ്ട് ഉണ്ടാകുന്ന ഡിസോർഡറിന് ഇതല്ലാതെ മറ്റ് കോസസ് കൊണ്ടും ഈ ഡിസോർഡർ ഉണ്ടാവാൻ പറ്റും. അതാണ് വ്യത്യാസം. പിന്നെ കോൺട്രിബ്യൂട്ടറി കോസ് എന്ന് പറയുന്നത് കണ്ടീഷൻ ദാറ്റ് ഇൻക്രീസസ് ദി പ്രോബിലിറ്റി ഓഫ് ഡെവലപ്പിംഗ് എ ഡിസോർഡർ ബട്ട് ദാറ്റ് ഈസ് നെയ്തർ നെസസറി നോർ സഫിഷ്യന്റ് ഫോർ ഇറ്റ് ടു ഒക്കർ. അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള ചില കാര്യങ്ങൾ, കണ്ടീഷൻസ് ഒക്കെ ഒരു പ്രത്യേക ഡിസോർഡർ ഉണ്ടാക്കുന്നതിനുള്ള ചാൻസ് കൂട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത്, നമ്മളെപ്പോഴും സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ അടക്കം കാണുന്നതാണ്, പുകവലി ക്യാൻസറിന് കാരണമാകും, പുകവലിക്കാതിരിക്കുക എന്നൊക്കെ നമ്മൾ ഉപദേശിക്കാറുണ്ട്. അപ്പൊ പുകവലി ക്യാൻസറിന് കാരണമാകുന്ന പറയുന്നത്. പുകവലിച്ച എല്ലാ ആൾക്കാർക്കും ക്യാൻസർ വന്നേ പറ്റൂ എന്നല്ല പറയുന്നത്. പുകവലിക്കുന്ന ആൾക്കാരിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടും, ചാൻസ് കൂടും, പ്രോബബിലിറ്റി കൂടുന്നതാണ്. സോ കോൺട്രിബ്യൂട്ടറി കോസ് ആണ് പുകവലിക്കുക എന്ന് പറയുന്നത്. നിക്കോട്ടിൻ എന്ന് പറയുന്ന കെമിക്കൽ നമ്മൾ സ്മോക്കിംഗ് വഴി ഉള്ളിലേക്ക് കയറുക എന്ന് പറയുന്നത് ക്യാൻസറിനുള്ള ഒരു കോൺട്രിബ്യൂട്ടറി കോസ് ആണ്. അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂട്ടറി കോസുകൾ ഉണ്ടാവും. അതിൽ ഏത് കാരണമാണ് കൃത്യമായിട്ട് ആ കണ്ടീഷൻ വന്നതെന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റുന്നില്ല.
ഓഫ് കോഴ്സ് പുക വലിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, അത് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു കോൺട്രിബ്യൂട്ടറി കോസസ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ആ അത്തരം ഡിസോർഡേഴ്സ് വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അതൊക്കെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് പോവാം. നെസസറി കോസ് ആണെങ്കിൽ ഇഫ് ഡിസോർഡർ വൈ occurs then cause X must have preceded. X എന്ന് പറയുന്ന ഒരു കോസ് സംഭവിച്ചാലല്ലാതെ ഡിസോർഡർ വൈ ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രോമാറ്റിക് ഇവന്റ് നടക്കാത്ത ഒരാളുടെ ലൈഫിൽ PTSD ഉണ്ടാവില്ല. സോ PTSD ഉണ്ടാവണമെങ്കിൽ അയാളുടെ ലൈഫിൽ ട്രോമാറ്റിക് ഇവന്റ് മുൻപ് നടന്നിട്ടുണ്ടാവണം. സോ PTSD ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വീണ്ടും ഓർക്കാൻ പറ്റും. സോ ട്രോമ ഈസ് നെസസറി ഫോർ PTSD ബട്ട് നോട്ട് എവ്രി വൺ വിത്ത് ട്രോമ ഗെറ്റ്സ് PTSD. അതായത് PTSD ഉണ്ടാവണമെങ്കിൽ നെസസറി കണ്ടീഷനാണ് ട്രോമ ഉണ്ടായിരിക്കണം എന്നുള്ളത്. പക്ഷെ ട്രോമ ഉണ്ടായ എല്ലാ ആൾക്കാരിലും PTSD ഉണ്ടാവണം നിർബന്ധമില്ല. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് ട്രോമ ഉണ്ടായിട്ടുണ്ട്, ഒരു യുദ്ധം നടക്കുന്ന രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ യുദ്ധം അവളുടെ ചൈൽഡ്ഹുഡിൽ ഒരു ട്രോമ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ എത്തുകയും അവിടുന്ന് ആ കുട്ടിയെ രക്ഷിക്കുകയൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു സമയത്ത് അത് ഇമോഷണൽ പ്രോബ്ലം ആയിട്ട് മാറാതെ ആ ഓർമ്മകൾ ഒരു PTSD കണ്ടീഷൻ ആവാതെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. സോ PTSDക്ക് ട്രോമ നെസസറി കണ്ടീഷൻ ആണ്. പക്ഷെ ട്രോമ ഉള്ള എല്ലാ ആൾക്കാർക്കും PTSD ഉണ്ടാവണമെന്നില്ല. എല്ലാത്തരം ട്രോമകളും PTSDയിലേക്ക് ആവണമെന്നില്ല. ഇനി നമുക്ക് സഫിഷ്യന്റ് കോസ് നോക്കാം. സോ കോസ് എക്സ് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ഡിസോർഡർ വൈ എന്തായാലും ഉറപ്പായിട്ടും വന്നിരിക്കും. അതാണ് സഫിഷ്യന്റ് കോസ് എന്ന് പറയുന്നത്. ആ ഒരു ഡിസോർഡർ ഉണ്ടാവാൻ ഈ ഒരു കോസ് സഫിഷ്യന്റ് ആണ്, മതിയാവും. സോ നമ്മൾ അതിന് നോക്കുന്നത് അംനേഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, മറവി രോഗമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ ആ അംനേഷ്യ എന്ന് പറയുന്ന മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ഉണ്ടാവാൻ ഹിപ്പോക്യാമ്പൽ ഇഞ്ചറി ഉണ്ടായാൽ മതി. ഹിപ്പോക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ബ്രെയിൻ സ്ട്രക്ചർ ഉണ്ട് തലയിൽ, അതിന് ഇഞ്ചറി ഉണ്ടായാലും അംനേഷ്യ എന്തായാലും വന്നിരിക്കും. അത് ഷോർട്ട് അംനേഷ്യ ആവാം, അക്യൂട്ട് അംനേഷ്യ ആവാം, ക്രോണിക് അംനേഷ്യ ആവാം. ഏതായാലും അംനേഷ്യ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മീൻസ് ഹിപ്പോക്യാമ്പൽ ഇഞ്ചറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അംനേഷ്യ ഉണ്ടാവാം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ അറിവ്. പക്ഷെ അംനേഷ്യ എന്താവാം, ഈ ഹിപ്പോക്യാമ്പൽ ഇഞ്ചറി കൊണ്ടല്ലാതെ വയസ്സാവുന്നത് വഴി അംനേഷ്യ ഉണ്ടാവാം. പ്രായമാവുന്ന ആൾക്കാരിൽ അംനേഷ്യ വരാം. അത് ഹിപ്പോക്യാമ്പൽ ഇഞ്ചറി ഉണ്ടായിട്ടല്ല, അവർക്ക് പ്രായമാകുമ്പോൾ ന്യൂറോണൽ ഡെഫിസിറ്റ് ഉണ്ടാകുന്നതുകൊണ്ടും ആവാം. സഫിഷ്യന്റ് ആണ് ആ കോസ് ആ ഡിസോർഡർ ഉണ്ടാക്കാൻ. പക്ഷെ വേറെ കോസുകൾ വഴി ആ ഡിസോർഡർ ഉണ്ടാവാം എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് കോൺട്രിബ്യൂട്ടറി കോസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ എക്സ് എന്ന് പറയുന്ന ഒരു കോസ് ഉണ്ടെങ്കിൽ അത് വൈ എന്ന് പറയുന്ന ഡിസോർഡർ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചാൻസ് കൂട്ടുന്നതേ ഉള്ളൂ, നമുക്ക് ഉറപ്പില്ല തന്നെയാണ് കാരണം എന്നുള്ളത്. അത് എന്തായാലും ഉണ്ടാക്കുന്നു ഉറപ്പില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് നെഗ്ലക്ട്. കുട്ടികൾക്ക് നമ്മൾ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള കെയറും ഇമോഷണൽ കെയറും ഒക്കെ കിട്ടണം. അത് കിട്ടാത്ത ഇമോഷണൽ നെഗ്ലക്ട് അനുഭവിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നിർബന്ധമൊന്നുമില്ല, ബട്ട് ആ ചാൻസ് കൂടുതലാണ്. അപ്പൊ കുട്ടികൾ ഉള്ള ആൾക്കാർ എപ്പോഴും ആ കൃത്യമായിട്ടുള്ള ഇമോഷണൽ കെയർ ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഡിപ്രഷനുള്ള ആൾക്കാർ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഒരുപാട് ഡിപ്രഷനുള്ള പേഷ്യൻസിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. ഇമോഷണൽ നെഗ്ലക്ട് ചെറുപ്പം മുതലേ കിട്ടിയിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഡിപ്രഷൻ വരുന്നതായിട്ട്. ബട്ട് അത് മാത്രമാണ് കാരണം നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒരു കാരണമാണ് എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് നെയ്തർ നെസസറി നോർ സഫിഷ്യന്റ് ടു ക്രിയേറ്റ് ദി ഡിസോർഡർ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കോൺട്രിബ്യൂട്ടറി കോസ് ആ ഡിസോർഡർ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂട്ടുന്നു എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നെസസറി കോസും സഫിഷ്യന്റ് കോസും കോൺട്രിബ്യൂട്ടറി കോസും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അത് 2 മാർക്കിന് ചിലപ്പം ചോദിച്ചേക്കാം, മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടേംസ് ഫെമിലിയർ ആയിട്ട് ഉണ്ടാവും.